മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫർ 2ാം ഭാഗം എമ്പുരാന്റെ ലൊക്കേഷൻ സന്ദർശിച്ച ബോളിവുഡിലെ പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞത്. അവസാനഘട്ട ചിത്രീകരണം നടക്കുന്ന പാലക്കാട്ടെ ലൊക്കേഷനിലാണ് രാം ഗോപാൽ വർമ്മ എത്തിയത്. ഇവിടെ നിന്നും ലൊക്കേഷൻ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഗംഭീരമായ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഈ ലൊക്കേഷനിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ കണ്ടപ്പോൾ പ്രേക്ഷകരും ആകാംക്ഷയിലായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പോസ്റ്റുകൾ ഇടുകയുണ്ടായി. ആരായിരിക്കും ആക്ഷൻ സീക്വൻസിൽ എത്തുക എന്നത് പലരും ചർച്ചകളിൽ വെച്ചിരുന്നു. മോഹൻലാലിന്റെ ആക്ഷൻ സീക്വൻസ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഖുറേഷി എബ്രഹാം ആണോ അതോ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ എന്ന ചോദ്യമായിരുന്നു. ലൂസിഫറിൽ നമ്മൾ സ്റ്റീഫന്റെ ഏറ്റവും ഗംഭീര ആക്ഷൻ കണ്ടു. ഇത്തവണ സ്റ്റീഫൻ അല്ല, ഖുറേഷി തന്നെ എത്തുകയാണ്. അത് മനസ്സിലായത് പിന്നീട് രാം ഗോപാൽ വർമ്മ മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചപ്പോഴായിരുന്നു. ഖുറേഷി ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രം, രാം ഗോപാൽ വർമ്മയോടൊപ്പമുള്ള ചിത്രം. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ കണ്ടുമുട്ടിയ കാര്യമാണ് രാം ഗോപാൽ വർമ്മ പറഞ്ഞത്. കമ്പനി ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയതും. രാം ഗോപാൽ വർമ്മ മോഹൻലാലിനെ കണ്ടുമുട്ടിയപ്പോൾ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. അപ്പോൾ പ്രേക്ഷകർ കണ്ടപ്പോൾ ഒരു കാര്യമാണ് അവർ ശ്രദ്ധിച്ചത്. മൂന്നാമുറ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ മോഹൻലാൽ ഇതുപോലൊരു ബനിയനും ഇട്ട് ഗംഭീര ആക്ഷൻ കാണിച്ചുകൊണ്ട് എത്തിയിരുന്നു. അതേ രീതിയിലാണല്ലോ മോഹൻലാൽ എമ്പുരാനിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഒരു ഫാൻ ബോയ് സംഭവം കമ്മിങ് എന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമുറയുടെയും എമ്പുരാന്റെയും ഈ ഒരു സാമ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തിയപ്പോൾ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തു. എന്തായാലും രാം ഗോപാൽ വർമ്മ പൃഥ്വിരാജിന്റെ എമ്പുരാന്റെ സെറ്റിലെത്തിയപ്പോൾ പൃഥ്വിരാജും മറ്റ് അണിയറ പ്രവർത്തകർക്കുമുള്ള ചിത്രവും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഗംഭീര യൂണിറ്റ് ആണ് ചിത്രത്തിന്റേതെന്നും രണ്ടാം വട്ടവും ഒരു വൻ വിജയ ചിത്രമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ചിത്രത്തിനൊപ്പം അദ്ദേഹം കുറിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായതും ഈ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാൽ തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ടെത്തിയുണ്ടായി. അതും സ്വന്തം സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ. ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചത്. ചിത്രത്തിന് പ്രശംസ അറിയിച്ചുകൊണ്ട് ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചനും രംഗത്തെത്തിയിരുന്നു. പിന്നാലെ നന്ദി പറഞ്ഞിരിക്കുകയാണ് മോഹൻലാലും. സാർ, നിങ്ങളുടെ പിന്തുണ ശരിക്കും വിനയാന്വിതമാണ്. നിങ്ങളുടെ പ്രോത്സാഹനത്താൽ ബറോസിനെ അനുഗ്രഹിച്ചത് ഏറ്റവും വലിയ ബഹുമതിയായി ഞാൻ കണക്കാക്കുകയാണ്. എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് ബച്ചന്റെ ട്വീറ്റ് പങ്കിട്ട് മോഹൻലാൽ കുറിച്ചത്. ബറോസ് ക്രിസ്മസ് റിലീസായ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 44 വർഷം നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളുമായി മോഹൻലാൽ സിനിമാ സംവിധാനത്തിലേക്ക് തിരിഞ്ഞത് 2019 ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത്. ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24 170 ദിവസത്തോളം ചിത്രീകരണം നടന്നു. ഈ വർഷം മാർച്ച് 28 പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല. പിന്നീട് 2024 ഓണം റിലീസായി സെപ്റ്റംബർ 12 ബറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതും മാറ്റി. പിന്നാലെ ഒക്ടോബർ 3 റിലീസ് ചെയ്യുമെന്ന് മോഹൻലാൽ ഔദ്യോഗികമായി അറിയിച്ചു. പക്ഷെ അതും മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ക്രിസ്മസ് റിലീസ് എന്നത് മോഹൻലാൽ അടക്കമുള്ള അണിയറ പ്രവർത്തകർ ഉറപ്പിച്ചത്. അതിന് മുന്നോടിയായി ട്രെയിലറും മറ്റുമെല്ലാം ഇറക്കി കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ ഡീലുകളൊക്കെ ഓക്കെയായി. ഇനി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ബറോസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കുന്നത്.